സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ നല്ലവരായ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും ടീമിൻ്റെ വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഇതുവരെ ഉണ്ടായിരുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഓർക്കുകയും സഹകരിക്കുകയും ചെയ്യുവാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ അല്പസമയത്തെ ചിന്തയ്ക്ക് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി തോന്നുന്ന ഒരു വിഷയമാണ് യേശു സഭയ്ക്ക് വെളിയിലായ കാര്യമാണ്. യേശു സഭയ്ക്ക് വെളിയിലായി. സ്തോത്രം. യേശു എങ്ങനെയാണ് സഭയ്ക്ക് വെളിയിലായത് ചിന്തിക്കാൻ പോകുന്ന അതാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം അതിനു വേണ്ടി വായിക്കുന്നു. 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വാതിൽ തുറന്നാൽ എന്ന് പറയുമ്പോൾ വാതിലിന് പുറത്താണ് യേശു. വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞാൽ ബലാത്കാരമില്ലെന്നാണ് അർത്ഥം. വാതിൽ മുട്ടാതെ യേശുവിനകത്ത് കയറാൻ കഴിയും. അത് അവൻ്റെ ദൈവത്വത്തിലെ കാര്യമാണ്. ഏതായാലും ആകട്ടെ, യേശു സഭയ്ക്ക് വെളിയിലായി. വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ തന്റെ ദൂതനെ അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവിടെ ദൈവം യേശുവിന് കൊടുത്തു എന്ന് കാണാം. യേശു ദൂതന് കൊടുത്തു എന്ന് കാണാം. ദൂതൻ യോഹന്നാന് കൊടുത്തു എന്ന് കാണാം. യോഹന്നാൻ സഭയ്ക്ക് കൊടുത്തു എന്ന് കാണാം. 4-ാമത്തെ കൈമാറ്റത്തിൽ സഭയ്ക്കകത്തെത്തി. അതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടക്കം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം ശുഭകരമായ പ്രത്യാശയോടെ ആനന്ദത്തോടെ ഒരു വിവാഹത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ തുടങ്ങുന്നത് 7 സഭകളെ കർത്താവ് കണ്ടുകൊണ്ട് 7 സഭകൾക്ക് ദൂതെഴുതുവാൻ യോഹന്നാനെ വരമേൽപ്പിച്ചു. ആ ഓർഡർ വന്നപ്പോൾ, ആ വിഷയങ്ങൾ വെളിപ്പെട്ട് വന്നപ്പോൾ ആ ഓർഡർ പ്രകാരം ആ വിഷയങ്ങൾ എഴുതി 7 സഭയ്ക്കും അയച്ചു. അതിൻ്റെ ശരിയായ വ്യാഖ്യാനത്തിൽ വേദ പണ്ഡിതർ പറഞ്ഞത് ഓരോ കാലഘട്ടങ്ങളെയാണ് ഓരോ ലേഖനങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. 7 ലേഖനങ്ങൾ 7 സഭയ്ക്ക് എഴുതിയത്. അങ്ങനെ 7-ാമത്തെ സഭയിലെത്തി. അപ്പോൾ സഭാവസാനത്തിൻ്റെ കാലത്തിലേക്ക് എത്തിയെന്ന് പറയാം. യുഗാവസാനത്തിൻ്റെ കാലത്തിലേക്ക് എത്തിയെന്ന് പറയാം. മുമ്പേ ഞാൻ പറയാറുള്ളത് പോലെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടു കൂടെ ഒരു തിരിശില താണു, ഒരു തിരിശില ഉയർന്നു. അക്ഷരികമായി അങ്ങനെ എഴുതിയതുകൊണ്ടല്ല, ആത്മീക മാർമിക നിലയിൽ കണ്ടെത്താൻ കഴിയുന്നത്. താണ തിരിശീല യഹൂദന്മാർ ദൈവാലയത്തിൽ മറച്ചിട്ടിരുന്ന തിരിശീല താണു, അഥവാ മാറ്റപ്പെട്ടു. പുതിയ തിരിശീല ഉയർന്നു എന്ന് പറഞ്ഞാൽ കൃപായുഗത്തിൻ്റെ തിരിശീല ഉയർന്നു. അപ്പോൾ കൃപായുഗത്തിലെ കാര്യമാണ് സഭായുഗം.
സഭായുഗം, കൃപായുഗം, കൃപായുഗം, സഭായുഗം. ഇത് സഭായുഗമാണ്, കൃപായുഗമാണ്. അങ്ങനെ സഭായുഗത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തിയെന്ന് ആദ്യം ഞാൻ പറഞ്ഞ പ്രകാരം അതിന് വ്യാഖ്യാനം അതാണ്. എന്തുവാകട്ടെ, യേശു സഭയ്ക്ക് പുറത്തായി. 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ നിർത്തി ശാന്തമായിട്ട് വായിച്ചാൽ മതി. യേശു എവിടെയായിരുന്നു എന്ന് നോക്കുകയാണ്. 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുടെ വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ഈ വായിച്ച ഭാഗം മുഴുവനും വ്യാഖ്യാനിക്കാൻ മുതിരാതെ എൻ്റെ ചിന്തയുടെ വിഷയത്തിൽ യേശു എവിടെയെന്നാണ്. യേശു എവിടെ? അവിടെ 7 നക്ഷത്രവും 7 നിലവിളക്കും. ഒടുവിലെത്തിയപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം അവിടെ തന്നെ പറഞ്ഞു. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ ദൂതറിയിക്കുന്നവർ അഥവാ സഭകളെ നയിക്കുന്നവർ. സഭകളെ നയിക്കുന്നവരുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ഗണവും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. എന്തു ചെയ്യാം, അവർക്ക് ഈ കാര്യം ദൈവം പ്രകാശിപ്പിക്കട്ടെ. അങ്ങനെ സഭയെ നയിക്കുന്നവരായ 7 ദൂതന്മാർ, 7 സഭകൾ, 7 സഭകളുടെ നടുവിൽ യേശുവുണ്ട്. ഏതോ മൂത്തുമരച്ച വൃദ്ധനായ തല നരച്ച പറഞ്ഞാൽ തിരിയാത്ത ഒരു മുതുക്കനായിട്ട് മൂലയിൽ പോയിരിക്കുകയല്ല യേശു. അല്ല, യേശു നടകൊള്ളുകയാണ്. യേശു യുവത്വത്തിൻ്റെ പ്രസരിപ്പിലാണ്. യേശു സഭയുടെ നടുവിലാണ്. അങ്ങനെ തുടങ്ങുന്ന ആരംഭം സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതി വന്നപ്പോൾ 7ാമത്തെ സഭയിലെത്തി ലേഖനം. സന്ദേശം 7ാമത്തെ സഭയിലായി. അപ്പോൾ യേശു എവിടെയായി? യേശു വാസ്തവത്തിൽ വാതുക്കൽ നിന്ന് മുട്ടുന്നു, തുറന്നാലകത്ത് വരുമെന്ന് പറഞ്ഞപ്പോൾ യേശു പുറത്തല്ലേ? കാര്യം ശ്രോതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ? എൻ്റെ ഉദ്ദേശം മനസ്സിലായോ? യേശു അകത്തായിരുന്നു, യേശു പുറത്തായി. അതിൻ്റെ കാരണം എന്താണ് അതിന് കാരണം? സഭ തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ തുടരണം, അതുപോലെ സമാപിക്കണം. ഇതിൽ കൂടുതൽ ഇത് എങ്ങനെയാണ് ലളിതമാക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയേ എനിക്ക് പറ്റുന്നുള്ളൂ. സഭ തുടങ്ങുമ്പോൾ 7 സഭകൾക്ക് ദൂതെഴുതാൻ കൽപ്പിച്ചപ്പോൾ യേശു സഭയ്ക്കകത്ത്, സഭയ്ക്ക് നടുവിൽ. 7ാം സഭയിലെത്തിയപ്പോൾ യേശു സഭയ്ക്ക് പുറത്ത്, വാതുക്കൽ നിന്ന് മുട്ടുന്ന യേശു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇന്നത്തെ ദൈവസഭകളുടെ ഘടകങ്ങളായിരിക്കുന്ന പ്രാദേശിക സഭകളിൽ, പ്രാദേശിക കൂട്ടങ്ങളിൽ, കൂട്ടായ്മകളിൽ, ചെറുതും വലുതുമായിരിക്കുന്ന സഭകളുടെ ചിത്രം അവിടുത്തെ ദൂതന്മാരായ ഉപദേഷ്ടാക്കന്മാർക്ക് അറിയാം. എങ്കിലും ഇതൊന്ന് അയവർക്കുന്നത്, ഒന്ന് തുലനം ചെയ്യുന്നത്, സാമ്യപ്പെടുത്തുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു 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 ഒരപ്പച്ചനെ പോലെ
ഒരു പ്രായം ചെന്ന വയോധികനെ പോലെ പറയും. ആർക്കും സംശയമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ എല്ലാ റെക്കോർഡിലും 82-ാമത്തെ വയസ്സാണ്. അപ്പോൾ ഇനി വൃദ്ധനാണ് വയോധികനാണെന്ന് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ യേശു സഭയ്ക്ക് പുറത്ത്. എന്തുകൊണ്ട് പുറത്തായി? 3-ാം അധ്യായം 17-ാമത്തെ വാക്യം നോക്കുക. 3-ാം അധ്യായം 17. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുക. ഞാൻ പറയുമ്പോൾ അത് വായിച്ചു തരണം. യേശു സഭയ്ക്ക് പുറത്താകാൻ കാരണം സഭയിൽ ആദ്യത്തെ അവസ്ഥയല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ, ആദ്യം ഒന്നാമത്തത് യേശു ആരാധനയും പ്രാർത്ഥനയും ഉപവാസവും സ്നേഹവും ഐകമത്യവും ക്ഷമയും സഹിഷ്ണുതയും ത്യാഗവും ഒക്കെ ആയിരുന്നു അതിൻ്റെ കൈമുതൽ, അല്ലെങ്കിൽ അതിൻ്റെ ശീലങ്ങൾ. ഇപ്പോൾ പറഞ്ഞ കണ്ടോ, ആ സഭയ്ക്കകത്തുള്ള ആൾക്കാർ 3 കാര്യം പറഞ്ഞു. സമയം ചുരുക്കൊണ്ട് ഓടിച്ച് പറയുക. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഞാൻ സമ്പന്നൻ. രണ്ടാമത് പറഞ്ഞു, ഞാൻ ധനവാൻ. മൂന്നാമത് പറഞ്ഞു, എനിക്കൊന്നിനും മുട്ടില്ല. നിങ്ങൾ ഈ വാക്കൊന്ന് ഇച്ചിരി നേരത്തേക്കെങ്കിലും മനസ്സിൽ വെക്കണേ. സമ്പന്നൻ, ധനവാൻ, ഒന്നിനും മുട്ടില്ല. ഇതാണ് അവരുടെ സാക്ഷ്യപത്രം. ഇത് അവിടെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, ഹൃദയത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ചിന്താശക്തിയിൽ ഇവർ നിലനിൽക്കുന്നത് കണ്ടപ്പോഴേക്കും അറിഞ്ഞപ്പോഴേക്കും യേശുവിനവിടെ സീറ്റില്ല എന്ന് യേശു മനസ്സിലായി. യേശുവിന് മനസ്സിലായി. ഇതൊന്നും ഒത്തിരി പേർക്ക് ഗ്രഹിക്കാനും അംഗീകരിക്കാനും തിരുത്തലിനും തയ്യാറല്ലെന്ന് എനിക്കും അറിയാം. പക്ഷേ എന്താ ചെയ്യുക? യേശു സഭയ്ക്ക് വെളിയിലായിട്ട് പിന്നെ ആ സഭ എന്നാന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, ആ നിയോഗം ലഭിച്ചതുകൊണ്ട് പറയുക. യേശു സഭയ്ക്ക് പുറത്ത്, ഉപദേശകന്മാരകത്ത്, സഹോദരങ്ങളകത്ത്. അവിടെ ഹൃദയം വായിച്ച് യേശു പറയുകയാണ്, നീ ഇങ്ങനെയല്ല നിന്റെ മനസ്സിൽ പറയുന്നത്. സമ്പന്നൻ, ധനവാൻ, ദരിദ്രൻ അല്ല ധനവാൻ ഒന്നിനും മുട്ടില്ല, ദരിദ്രൻ എന്നല്ല, സമ്പന്നൻ ധനവാൻ ഒന്നിനും മുട്ടില്ല, ഇങ്ങനെയല്ലേ പറയുന്നേ? അവർ 3 കാര്യം പറഞ്ഞു. യേശു 5 കാര്യം പറഞ്ഞു. കേട്ടെ, യേശു 5 കാര്യം പറഞ്ഞത്: 1, നീ നിർഭാഗ്യൻ; 2, നീ അരിഷ്ടൻ; 3, നീ ദരിദ്രൻ; 4, നീ കുരുടൻ; 5, നീ നഗ്നൻ. ഏതിന് നമ്മൾ അംഗീകരിക്കും? ഭൂരിപക്ഷമല്ല വിഷയം. യേശു പറഞ്ഞതോ സഭക്കാർ പറയുന്നതോ? എൻ്റെ കൊച്ചു മനസ്സിലെ കുഞ്ഞു ചിന്തയിൽ ഞാൻ പറഞ്ഞാൽ എല്ലാം വായിക്കുന്ന, കൃത്യം രേഖപ്പെടുത്തുന്ന ഒരു ഉടമസ്ഥൻ ഇതിനുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരമുള്ളതിന് ജയിക്കത്തില്ല. സഭയുടെ ഉടമസ്ഥൻ അവിടെ നിന്നാണ്, യജമാനൻ അവിടെ നിന്നാണ്, വില കൊടുത്തവൻ അവിടെ നിന്നാണ്. രക്ഷയിലേക്ക് ഒരുത്തനെ കൊണ്ടുവന്നെങ്കിൽ അത് അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങേ കർത്താവാണ് കൊണ്ടുവന്നത്. എല്ലാത്തിൻ്റെയും അതോറിറ്റി, എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ്, എല്ലാത്തിൻ്റെയും ലീഡർ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അവിടെ നിന്നാണ്. അവിടെ നിന്ന് ഹൃദയം വായിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു കാര്യം അറിയാൻ പറ്റിയിട്ടില്ല. അറിയാതിരിക്കിയാൽ, 17-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, അറിയാതിരിക്കിയാൽ. നോക്കിയാട്ടെ, അറിയാതിരിക്കാൻ, അറിഞ്ഞിട്ടില്ല. ഈ ഗതികേടിനെ അറിഞ്ഞിട്ടില്ല. അവർ സമ്പന്നനെന്ന് പറഞ്ഞു, യേശു ദരിദ്രനെന്ന് പറഞ്ഞു, കേൾവിക്കാരേത് എടുക്കും? അവർ ധനവാനെന്ന് പറഞ്ഞു, യേശു ദരിദ്രനെന്ന് പറഞ്ഞു, കേൾവിക്കാരേത് എടുക്കും? ഇത്തിരി നേരത്തേക്ക് എന്നെ അങ്ങ് മറന്നേക്ക് കേട്ടോ. കാരണം നിങ്ങൾ വിചാരിക്കും ഞങ്ങളെക്കാൾ ലോയാണല്ലോ ഞാനെന്ന്. ശരിയായിരിക്കാം, സൗന്ദര്യം കൊണ്ടും വാചകം കൊണ്ടും മറ്റ് ഇതര വിധത്തിലുള്ള ഒത്തിരി കാര്യങ്ങളാൽ ഞാൻ പുറകിലാണ്. സമ്മതിക്കുന്നു. നിങ്ങളേതാ എടുക്കുന്നതിനകത്ത്? യേശു പറഞ്ഞു നീ ദരിദ്രൻ, അവർ പറഞ്ഞു ഞങ്ങൾ സമ്പന്നർ, ഞങ്ങൾ ധനവാന്മാരാണ്. ഏതാ അംഗീകരിക്കാൻ കഴിയുന്നത്? പോട്ടെ, ഞാൻ അംഗീകരിക്കുന്നത് യേശു പറഞ്ഞതാണ്. അപ്പോൾ അവർ പറഞ്ഞത് തള്ളിക്കളയണ്ടേ?
അല്ല, അവർ പറഞ്ഞ് നമുക്ക് പറ്റാത്തതാണെങ്കിൽ എല്ലാം ശോധന ചെയ്ത് മുറുകെ പിടിക്കാനായിട്ട് വചനം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ പറഞ്ഞത് ആത്മാവിൽ നിന്നല്ല, ആത്മീകമല്ല, അത് അവരുടെ ബുദ്ധിയിൽ നിന്ന് പറഞ്ഞതാണ്, അവരുടെ പരിചയത്തിൽ നിന്ന് പറഞ്ഞതാണ്, അവരുടെ ഇപ്പോഴത്തെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ അനുഭവം എല്ലാം ശരിയായിരിക്കും നിർബന്ധമില്ല. യേശു 2 ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുന്നു. ശിഷ്യന്മാരുടെ പേര്, ഒരാളുടെ പേര് പത്രോസ്, യാക്കോബ് എന്നും ഒരാളുടെ പേര് യോഹന്നാൻ എന്നുമാണ്. യോഹന്നാനും പത്രോസും യേശുവിടെ യാത്ര ചെയ്യുന്നു. ശമരിയെ കൂടെ കടന്നുപോയി. ശമരിയക്കാർ യേശുവിനെ കൈക്കൊണ്ടില്ല. ഇവരത് ഇഷ്യൂ ആക്കി എടുത്തു. ഇവരെന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടായിരുന്ന യാക്കോബും യോഹന്നാനും അവർ കർത്താവിനോട് ഒന്നൊരു അനുവാദം ചോദിച്ചു. കർത്താവേ, ഞങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ. എന്താണത്? ഏലിയാവ് പണ്ട് ചെയ്തപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ജനത്തെ, വിരോധികളെ ദഹിപ്പിച്ച് കളഞ്ഞതുപോലെ ഞങ്ങൾ പറയട്ടെ, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഇവരെ ദഹിപ്പിച്ച് കളയാൻ ശമരിയക്കാരെ. യേശു പറഞ്ഞു, ഞാനേ കൊല്ലാൻ വന്നതല്ല, വളക്കാൻ വന്നതാണ്. അതുമല്ല, ഞാൻ നശിപ്പിക്കാൻ വന്നതല്ല, രക്ഷിക്കാൻ വന്നതാണ്. ഏതാത്മാവിനാണ് നിങ്ങളിപ്പോൾ അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഏതാത്മാവാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. ഇതാരാ? യേശു നെഞ്ചോട് ചാഞ്ഞിരുന്ന യോഹന്നാൻ, അവൻ്റെ ജ്യേഷ്ഠനായ യാക്കോബ്. എന്നെ മക്കൾ 2 പേരും സ്വർഗത്തിലെ അങ്ങയുടെ വലത്ത് ഭാഗത്തും ഇടത്ത് ഭാഗത്തും ഇരുത്തണമെന്ന് പറഞ്ഞ അമ്മ വന്ന് റെക്കമെൻഡ് ചെയ്ത ആ അമ്മയുടെ മക്കളായ യോഹന്നാനും യാക്കോബും കുറഞ്ഞ പുള്ളികളൊന്നുമല്ല. അവരാ ചോദിച്ചത്, സ്വർഗത്തിൽ തീ ഇറങ്ങി ഇവരെ ദഹിപ്പിച്ച് കളയാൻ പറയട്ടെ. മറുപടി അതിൻ്റെ ഷോർട്ട് വശം ഇതാണ്: ഏതാത്മാവാണ് നിങ്ങൾ ഭരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും റോങ്ങായ അഭിപ്രായം പറഞ്ഞാലും കല്ലെറിഞ്ഞാലും ഞാനൊന്ന് പറയട്ടെ, ഇതൊന്നും അറിയണം, എന്നെ ഭരിക്കുന്ന ആത്മാവേദാന്ന് അടിയന്തരമായിട്ട് അറിയണം. പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പോകുന്നതും വരുന്നതും എടുക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ ഒന്ന് പരിശോധിക്കണം. സ്തോത്രം. നമുക്ക് ആ ഭാഗം വിടാം. പറഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ല, വിഷയം അറിഞ്ഞിട്ടില്ല. അറിയാതിരുന്നപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പരമാർത്ഥത്തിൽ നിർഭാഗ്യവാന്മാരായി. നേരത്തെ നിങ്ങൾ ഭാഗ്യവാന്മാരായിരുന്നു അർത്ഥം. നിങ്ങളിപ്പോൾ അരിഷ്ടന്മാരായി. നേരത്തെ അവർ ശ്രേഷ്ഠന്മാരായിരുന്നു. നിങ്ങളിപ്പോൾ ദരിദ്രന്മാരായി. നേരത്തെ നിങ്ങൾ ഇതിനേക്കാൾ മെച്ചമായിരുന്നു. നിങ്ങളിപ്പോൾ കുരുടന്മാരായി, കാഴ്ച നഷ്ടപ്പെട്ടു. നിങ്ങളിപ്പോൾ നഗ്നരായി. ഇതാണ് നിങ്ങളുടെ ഗുണം. പക്ഷെ നിങ്ങളാ ഗുണം, ഇതാണ് നിങ്ങളുടെ ഗുണം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഇതാ. എന്താ അറിയുന്നത്? ഞങ്ങൾ സമ്പന്നരാന്നേ, ഞങ്ങൾ ധനവാന്മാരാ, ഞങ്ങൾക്ക് ഒന്നിനും മുട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ പണം അല്പം പെരുത്തപ്പോൾ സ്വാർത്ഥത മുഴുത്തു. പിന്നെ അത് വന്ന് വലിയ അവതാളത്തിലായി. ഇന്നത്തെ സ്ഥിതിയുടെ ഈ സഭയുടെ സ്ഥിതി ഇതാണ്. ക്രൈസ്തവ സഭയുടെ ഇന്നത്തെ സാക്ഷ്യപത്രം ഇത്രയും പ്രായം വരെ ജീവിച്ച് പരിചയിച്ച് പഠിച്ചെടുത്ത പാഠത്തിൽ നിന്ന് ഞാൻ പരസ്യമായി സാക്ഷ്യപ്പെടുത്തുന്നു. ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാക്ഷ്യപത്രം അധികം ആൾക്കാരും ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെന്നുള്ള കൊലച്ചതി പെട്ടുപോയി. അതൊരു കൊലച്ചതിയാണ്. നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു വെക്കട്ടെ, ഇതൊക്കെ ഉണ്ട്. യേശു അവിടെ ഉണ്ടോ? ഈ പറയപ്പെട്ടവരെ അരികിൽ യേശു ഉണ്ടെന്ന് അവർ പറഞ്ഞു? ഇല്ലല്ലോ. അപ്പോൾ യേശു പുറത്താണല്ലോ. അതവരറിഞ്ഞോ? ഇല്ലല്ലോ. എന്തിനായി വേഷം കെട്ട്? ഇവിടുത്തെ സർക്കാരിന് മുമ്പിൽ ഞെളിയാനോ? ഇവിടുത്തെ ഉന്നതന്മാരുടെ മുമ്പിൽ ഒന്നാമനാകാനോ? അയ്യോ, ഡാഷ് ഞാൻ പറയുന്നില്ല.
യേശുവില്ലാത്ത സഭ, യേശുവില്ലാത്ത കുടുംബം, യേശുവില്ലാത്ത വ്യക്തിത്വം, യേശുവിനെ കൂടാതെയുള്ള ആലോചന കാര്യങ്ങൾ, ഇത്രയും അധപ്പതിച്ച, പാപ്പരത്വപ്പെട്ട, പരാജയപ്പെട്ട ഒരു സമൂഹം വേറെയില്ല. അതുകൊണ്ട് ഈ കേൾവി, എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് മടങ്ങി വരുന്ന മുഖാന്തരമാകട്ടെ, തിരിച്ചു വരുന്ന മുഖാന്തരമാകട്ടെ. യേശു അകത്ത് വന്നാൽ ചിത്രം മാറും. യേശു ഹൃദയത്തിനകത്ത് വന്നവർ ചിത്രം മാറി. ഒരു വ്യാപാരി അല്ലെങ്കിൽ ഒരു ഗ്രഹനായകൻ ഒരിക്കൽ വെറ്റിനറി ഡോക്ടറെ അടുത്ത് ചെന്നു. വലിയ വ്യസനകരമായ കാര്യം. ഡോക്ടറെ പറഞ്ഞു, ഡോക്ടറെ എനിക്കൊരു കാര്യം പറയാമോ? ആ, വേഗം പറഞ്ഞാട്ടെ. ഞാനും വേഗം പറയട്ടെ. ഞാനൊരു ആടിനെ പന്നീനെ ഞങ്ങളെ കൂടി നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി വിൽക്കാൻ ചന്തയിൽ കൊണ്ടുപോയിപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് വെള്ളവും ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ആട് അവിടെ വന്നപ്പോൾ എടുത്തിയാടി ചെളിപ്പെടാതെ മുന്നോട്ട് പോയി. പന്നി ആദ്യം കിടന്നു ഉരുണ്ടു. ചന്തയിൽ കൊണ്ടുപോയിട്ട് പന്നീനെ ആരും മേടിക്കുന്നില്ല. ഇതെന്തോ ദുർഗണം പിടിച്ച സാധനമാണെന്ന് പറഞ്ഞ് വിട്ടു. അതെനിക്ക് വലിയ സങ്കടമായി. ഞാൻ അത്യാവശ്യത്തിന് വേണ്ടി വിൽക്കാൻ വേണ്ടി പോയി. ഡോക്ടർ പറഞ്ഞു, ഞാൻ ആ പ്രശ്നം പരിഹരിച്ച് തരാം. ഓ, സന്തോഷമായി. ആ, ഒരു ദിവസം പന്നീനെയും കൊണ്ടുവരണം, ഇവിടെ ആടിനെയും കൊണ്ടുവരണം. ആടിനെയും പന്നീനെയും വെറ്റിനറി ഹോസ്പിറ്റലിൽ കൂട്ടിച്ചു. അദ്ദേഹം സർജറി ചെയ്തു. പന്നീനെ സർജറി ചെയ്തു, ആടിനെ സർജറി ചെയ്തു. ആടിൻ്റെ ഹൃദയം എടുത്ത് പന്നിക്ക് വെച്ചു, പന്നിയുടെ ഹൃദയം എടുത്ത് ആടിനും വെച്ചു. തിന്നി കെട്ടി വിട്ടു. ഇത് ഉണങ്ങുമ്പോൾ നിങ്ങൾ വീണ്ടും നല്ലോണം കുളിപ്പിച്ച് എണ്ണയൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. പുറത്ത് കാണത്തക്ക നല്ല എണ്ണയൊക്കെ ഇട്ട് അങ്ങനെ തന്നെ ചെയ്തു. അതേ വഴി കൂടെ പോയി, ആദ്യം പോയ വഴി കൂടെ. ആ വഴി കൂടെ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ പന്നി ചാടിക്കിടന്നു പോയി, ചെള്ളിപ്പെടാതെ. ആടാ വെള്ളത്തിൽ കിടന്നിട്ടുണ്ട്. സ്തോത്രം. മനസ്സിലായ കാര്യമല്ലോ എന്നാണ്. സമയം കിട്ടുമ്പോൾ എനിക്ക് ഞാൻ ഒരു എപ്പിസോഡ് പറയാം. ഇപ്പം ഇത്രയും പറഞ്ഞു വെക്കുക. സർജറി കഴിഞ്ഞ് ഹൃദയം മാറ്റിവെക്കൽ നടന്നപ്പോഴാണ് ഈ പരിപാടി നടന്നത്. പന്നി ആയി കിടന്നുള്ളിച്ച് മാറ്റിയത്. അത് ആടെ ഏറ്റെടുത്തതുപോലെ. ലോകത്തോടുകൂടെ കിടന്നുള്ളാനല്ല. സമ്പന്നൻ, ധനവാൻ, ഒന്നിനും മുട്ടില്ല. കാർ 2 വീട്ടിലുണ്ട്, വലിയ ബംഗ്ലാവുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞങ്ങളെ ആർക്കും പിടിക്കാൻ കിട്ടൂല. ഇതൊക്കെയാണ് മനസ്സിലിരിപ്പെങ്കിൽ ഓർത്തോ, ദൈവവും ഭാഗം നീ ദരിദ്രനാ, ദൈവം ഭാഗം നീ കുരുടനാ. മറ്റു കാര്യമൊക്കെ ഞാൻ വിടുക. അപ്പോൾ ആ ദാരിദ്ര്യവും ആ കാഴ്ച മാറുന്ന കണ്ണ് തോന്നു കിട്ടണമെങ്കിൽ അവിടെ ഔഷധം പറഞ്ഞിട്ടുണ്ട്, മരുന്ന് കുറിപ്പ് വിധി പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കി തീർത്തു. എൻ്റെ വിഷയം യേശു എങ്ങനെ വെളിയിലായി. സമ്പന്നത യേശുവിനെ വെളിയിലാക്കി, അഹന്തത യേശുവിനെ വെളിയിലാക്കി, ഉന്നതഭാവം യേശുവിനെ വെളിയിലാക്കി. യേശു ഇല്ലേലും ബാക്കിയെല്ലാം ഉണ്ടെന്നുള്ള ഭാവത്തിലായി. ഇത് മാനുഷികവും പ്രാകൃതവും ജഡീകവും ലൗകികവും പൈശാചികത്വമാണ്. ഇതല്ല ദൈവസഭ, ഇതല്ല ദൈവവേദൻ. അവിചാരിതമായി സംഭവിച്ചതല്ല, ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ഇതിനൊന്നും അധികം ആയുസ്സില്ലാത്തതാണ്. കർത്താവ് ഈ കാര്യം അറിഞ്ഞപ്പോൾ അവർക്ക് ചികിത്സ വിധിച്ച കാര്യം അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലൂക്കോസ് 12-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം പെട്ടെന്ന് വായിച്ചു. ലൂക്കോസ് 12:15. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളി. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി അതിന്റെ 18-ാം വാക്യം. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും.
എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. മതി. ഒരു മനുഷ്യന്റെ തീരുമാനം ഏറിയ ആണ്ടുകൾക്കുള്ള സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. യേശു തമ്പുരാൻ പറഞ്ഞൊരു ഉദാഹരണമാണ്. നടന്നതാണോ നടന്നാലോ എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല, അവിടെ എഴുതിയത് ഇങ്ങനെയാണ്. അപ്പോൾ അവന് ഓമന പേര് കിട്ടി. ആ പേരാണ് മൂടാ, ഇന്ന് നിന്റെ അന്ത്യം കുറിച്ചാൽ നീ ഒരുക്കി വെച്ചതാർക്കാവും? ഒരുക്കി വെച്ചതാർക്കാവും? ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. മറുവശം പറഞ്ഞു, ഞാൻ ആർക്കും കീഴ്പ്പെടില്ല, ഞാൻ ആരെയും വിധേയപ്പെടില്ല. സ്വോത്രം. വാഴക്കൊല മൂത്ത് വരുമ്പോൾ അതിൻ്റെ തല ഇങ്ങനെ ചാഞ്ഞു വരും. അതറിയാതൊരു കാര്യം പറയുന്നുണ്ട്. വിളവെടുക്കാൻ സമയമായി, നന്മ നൽകാൻ സമയമായി, ഗുണം വരുവാൻ സമയമായി. അതിന് ഞങ്ങളുടെ വേണ്ട. അതിൻ്റെ അടയാളമാണ് ഈ കുനിയൽ. ശരിയായ ആത്മീകൻ ഉയരുംതോറും കുനിഞ്ഞുകൊണ്ടിരിക്കും. കൂനി പിടിക്കുമെന്നല്ല, കുനിഞ്ഞുകൊണ്ടിരിക്കും. അവൻ ശാന്തനായിരിക്കും. അവനെന്തെങ്കിലും ഉണ്ടായാലും മുണ്ടില്ല, ഇല്ലെങ്കിലും മുണ്ടില്ല. യേശുവിനെ വെളിയിലാക്കിയിട്ടുള്ള യാത്ര ഇന്ന് അവസാനിപ്പിക്കാം. ഫലമുള്ളവനായി, ഗുണമുള്ളവനായി, ബലമുള്ളവനായി, ഫലമുള്ളവളായി, ഗുണമുള്ളവളായി, ബലമുള്ളവളായി ദൈവനാമത്തിന് വേണ്ടി നിന്ന് അവസാനിക്കാനുള്ള ഒരർപ്പണ ബോധം ഉണ്ടാകട്ടെ. ക്രൈസ്തവ സമൂഹത്തെ ഈ കാര്യത്തിൽ ഞാൻ വിരൽ ചൂണ്ടി പറയുന്നു. നിങ്ങളോടുള്ള സന്ദേശമായത്. യേശുവില്ലാത്ത നിൻ്റെ പരിപാടി ഇന്ന് അവസാനിപ്പിക്കുക. ഇത് കേട്ട് അവസാനിപ്പിക്കുക. യൂട്യൂബിൽ നിന്ന് കണ്ടാലും വേണ്ടില്ല, ടി വിയിൽ നിന്ന് കണ്ടാലും വേണ്ടില്ല, വാട്സാപ്പിൽ നിന്ന് കണ്ടാലും വേണ്ടില്ല. ഇന്ന് അവസാനിപ്പിക്കുക. അതല്ല എങ്കിൽ അതിൻ്റെ അനന്തരഫലം ഞാൻ ഇപ്പോൾ പറയാൻ സമയമെടുക്കുന്നില്ല, സമയം തീർന്നതുകൊണ്ട്. അതുകൊണ്ട് ഓർക്കുക. സ്തോത്രം. യേശു വെളിയിലായത് അകത്തുണ്ടായിരുന്നവരുടെ സഭയ്ക്കകത്തുള്ളവരുടെ ആ ഉന്നത ഭാവവും പ്രാകൃത സ്വഭാവമാണ് യേശുവിനെ പുറത്താക്കിയത്. യേശു ഇല്ലാത്തൊരു ജീവിതം വേണ്ടെന്ന് പറയാൻ ധൈര്യം കാണിക്കട്ടെ, ധൈര്യം ഉണ്ടാകട്ടെ. യേശു ഇല്ലാത്തൊരു സഭ എനിക്ക് വേണ്ടെന്ന് പറയാൻ ധൈര്യം ഉണ്ടാകട്ടെ. യേശു ഇല്ലാത്തൊരു കൂട്ടം എനിക്ക് വേണ്ട, കൂട്ടായ്മ എനിക്ക് വേണ്ട പറയാൻ ധൈര്യം ഉണ്ടാകട്ടെ. അതിനകത്ത് കുറേ അതും ഇതുമല്ല, കാട്ടിക്കൂട്ടലൊന്നും അല്ല കാര്യം, തട്ടിക്കൂട്ടലൊന്നും അല്ല കാര്യം. യേശുവുള്ള സഭയ്ക്കകത്ത് ദൈവസ്നേഹത്താൽ നിറഞ്ഞു തുള്ളുമെന്ന ആത്മീയ ഐക്യത നിലനിൽക്കണം. അതാണ് ആവശ്യം. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അതിനു വേണ്ടി ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു എവിടെയുണ്ടോ അവിടെ സമാധാനം, ഐകമത്യം, സ്വസ്ഥത, വിട്ടുവീഴ്ച, വീണ്ടുവിചാരം, അന്യോന്യം അംഗീകരിക്കൽ, അന്യോന്യം ബഹുമാനിക്കൽ, അന്യോന്യം സ്നേഹിക്കൽ, അന്യോന്യം കരുതൽ എന്നിങ്ങനെ ഒത്തിരി സദ്ഗുണങ്ങൾ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയോ, ഇതൊക്കെ അവിടെയുള്ളതാണ്. അത് ദൈവാത്മാവിൻ്റെ ഫലമാണ്. അതൊന്നുമില്ലെങ്കിൽ വെറുതെ എന്തിനെങ്ങനെ ചമയനേ? മതിയാക്കിക്കൂടെ ഈ പരിപാടി? സ്തോത്രം. കർത്താവ് ചിന്തകളാൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ സ്മോൾഡ് ചെയ്ത് സംസാരിച്ച്, നിങ്ങളെ പൊക്കിപ്പറഞ്ഞ്, നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ് സംഭവിക്കുന്നതെല്ലാം പറഞ്ഞ് അങ്ങനെയൊന്നും പറയുന്ന സ്വഭാവം എനിക്ക് പറ്റില്ല. എന്നോട് പറയാൻ പറഞ്ഞത് മരണത്തിനപ്പുറമുള്ള കാര്യം, ശവപ്പെട്ടിക്ക് അപ്പുറമുള്ള കാര്യം. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അടുത്ത ആഴ്ചയിലും ഇതിൻ്റെ ബാക്കി പറയാം. ഇതിൻ്റെ ബാക്കിയല്ല, അടുത്ത വേറെ കാര്യം പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഇത് പകലിൽ കൽപ്പിച്ച നിയമിച്ച കാര്യങ്ങളെ അവിടുത്തെ ആത്മാവ് ഉണർത്തിയ പ്രകാരം, നിയോഗിച്ച പ്രകാരം അനേകരോട് സംസാരിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഈ ഒരു എപ്പിസോഡ് സഹായിച്ചതിനായി നന്ദി പറയുന്നു.